എന്താണ് മിലിറ്ററി ഡ്രോൺസ്? ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷത്തിനിടയിൽ ഏറെ ചർച്ചാ വിഷയമായ ഒരു ടോപ്പിക്കാണ് മിലിറ്ററി ഡ്രോൺസ്. മിലിറ്ററി ഡ്രോൺസ് അഥവാ അൺമാൻഡ് ഏരിയൽ വെഹിക്കിൾസ്, ഷോർട്ട് ഫോമിൽ UAVs എന്നൊക്കെ വിളിക്കാം. അവ ഒരു പൈലറ്റിന്റെ സഹായമില്ലാതെ കൺട്രോൾ സെന്ററിൽ ഇരുന്ന് പ്രവർത്തിപ്പിക്കുന്ന ഈ ഡ്രോണുകൾ റിസ്കി ആയിട്ടുള്ള ഏരിയയിൽ, ഉദാഹരണത്തിന് ശത്രു രാജ്യത്തിന്റെ വ്യോമ അതിർത്തിക്കടുത്ത് അവരുടെ ഹൈഡോട്ട്സുകളിലൊക്കെ കടന്നു ചെന്ന് ഓപ്പറേഷൻസ് നടത്താൻ പൊതുവെ ഇവരെ ഉപയോഗിക്കുന്നു. മിലിറ്ററി പലതരത്തിലുള്ള ഡ്രോണുകൾ പല ആവശ്യങ്ങൾക്കായിട്ടാണ് ഉപയോഗിക്കുന്നത്. ഒന്നാമതായി ഇവ ഉപയോഗിക്കുന്നത് സർവൈലൻസ് പർപ്പസിനാണ്. സർവൈലൻസ് ഡ്രോണുകൾ ടെററിസ്റ്റ് ഓർ ആർമി മൂവ്മെന്റ്സ് ഡിറ്റക്ട് ചെയ്യുന്നതിനും അവരുടെ ഹൈഡോട്ടുകൾ കണ്ടെത്തുന്നതിനും ഉപയോഗിക്കുന്നു. രണ്ടാമതായി ടാർഗറ്റിംഗ്, ഒരു പ്രിസൈസ് അല്ലെങ്കിൽ കൃത്യമായ ലക്ഷ്യസ്ഥാനം മാർക്ക് ചെയ്യാനും ഫോക്കസ് ചെയ്യാനും അത് ഗ്രൗണ്ടും നേവിയും എയർഫോഴ്സുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് അവർക്കൊരു പ്രിസൈസ് അറ്റാക്ക് നടത്താനും സാധിക്കുന്നു. മൂന്നാമതായി ആംഡ് ഡ്രോൺസ് അഥവാ അറ്റാക്കിംഗ് ഡ്രോൺസ് എന്നൊക്കെ പറയാം. അത് മിസൈലുകളോ ബോംബുകളോ ഉൾപ്പെടുത്തി ഡിപ്ലോയ് ചെയ്യാനായി അറ്റാക്ക് ചെയ്യാനായി ഉപയോഗിക്കുന്നവയാവാം. കൂടാതെ സൂയിസൈഡ് ഡ്രോൺസുമായി ഉപയോഗിക്കുന്ന ഡ്രോണുകളുണ്ട്. അതായത് ഈ ഡ്രോൺ തന്നെ ഒരു ബോംബ് ഓർ മിസൈലായി ആക്ട് ചെയ്ത് ലക്ഷ്യസ്ഥാനത്ത് പോയി വീണ് പൊട്ടിത്തെറിക്കുന്നു. നാലാമതായി ലോജിസ്റ്റിക്കൽ പർപ്പസിനും, അതായത് എമർജൻസി ആംസ് ആൻഡ് അമ്യൂണിഷൻസ് അല്ലെങ്കിൽ ഫുഡ് ഓർ മെഡിസിൻ പോലെയുള്ള അത്യാവശ്യ സാധനങ്ങളൊക്കെ എത്തിക്കാനും ഇവ ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ അഞ്ചാമതായി ഇലക്ട്രോണിക് വാർഫെയർ അല്ലെങ്കിൽ ശത്രുവിൻ്റെ റഡാർ അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റംസ് ജാം ചെയ്യാനോ നശിപ്പിക്കാനോ ഇവ ഉപയോഗിക്കുന്നത് വഴി ശത്രുക്കളെ ദുർബലപ്പെടുത്താൻ സാധിക്കുന്നുണ്ട്. കൂടാതെ റെസ്ക്യൂ മിഷൻസിനും ഉപയോഗിക്കുന്നതായി അറിവുണ്ട്. ഇതിൻ്റെ ഏറ്റവും രണ്ട് വലിയ ഗുണങ്ങൾ എന്താണെന്ന് വെച്ചാൽ, ഒന്ന്, ഒരു ഫ്ലൈറ്റിൻ്റെ പൈലറ്റ് ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇൻ കേസ് ഒരു അറ്റാക്ക് ഉണ്ടായാൽ തന്നെ ആളപായം ഇല്ലാതെ വരികയും അതോടുകൂടി ജീവനോടെ ശത്രുക്കൾക്ക് ലഭിക്കുകയാണെങ്കിൽ പൈലറ്റിനെ വെച്ച് വിലപേശിയോ നെഗോഷിയേറ്റ് ചെയ്യുകയോ പോലുള്ള കാര്യങ്ങൾ ചെയ്യുന്ന വഴി രാജ്യങ്ങൾക്കുണ്ടാകുന്ന ടെൻഷൻസ് കുറയ്ക്കാൻ പറ്റും. രണ്ടാമത്, ഒരു ഫൈറ്റർ ജെറ്റിനേക്കാൾ ചീപ്പായ ഡ്രോണുകൾ നിർമ്മിക്കുന്നതിനോ വാങ്ങിക്കുന്നതിലോ അറ്റാക്ക് ചെയ്യപ്പെട്ടാൽ ഉണ്ടാകുന്ന നാശനഷ്ടത്തിലോ ഉള്ള ചിലവ് കുറവ് അത് രാജ്യങ്ങൾക്കൊരു സാമ്പത്തിക ഭാരം കുറച്ച് കിട്ടും. പിന്നെ നിങ്ങൾ വിഷ്ണു വിശാലിൻ്റെ FIR എന്ന തമിഴ് സിനിമ കണ്ടിട്ടുള്ളവരാണെങ്കിൽ അതിൻ്റെ ക്ലൈമാക്സിൽ ആ ഫാക്ടറി നശിപ്പിക്കുന്നതിൽ ഇതുപോലൊരു അറ്റാക്ക് ഡ്രോൺ വെച്ച് മിസൈൽ ലോഞ്ച് ചെയ്തിട്ടാണ്. So thanks for watching. Please subscribe and like. So see you soon with another info.